ശരവണഭുവായ നമ. ഏവർക്കും നമസ്കാരം. വേൽമുരുക ജ്യോതിഷം ചാനലിലേക്ക് സ്വാഗതം. 2026 ജനുവരി 1 മുതൽ 2026 ഡിസംബർ 31 വരെയുള്ള സമ്പൂർണ്ണ വർഷഫലവും ദോഷപരിഹാരങ്ങളും ഈ അധ്യായത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കാം. ഈ വർഷഫലം ഗ്രഹങ്ങളുടെ ഗോചാര ഫലവും എൻ്റെ ഉപാസനാമൂർത്തിയിൽ നിന്ന് എനിക്ക് ലഭിച്ച അറിവും കൂടെ ചേർത്തുകൊണ്ടുള്ള ഒരു ഫലമാണ് നമ്മൾ ഇന്നറിയാൻ പോകുന്നത്. ഉത്രം നക്ഷത്രത്തിൻ്റെ ഗണം എന്നത് മാനുഷ ഗണമാണ്. ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ള എല്ലാവരും ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതുമായ ഒരു കാര്യമാണ്, നിങ്ങൾക്കിപ്പോൾ കണ്ടകശനി കാലമാണ്. കണ്ടകശനി ഒരു ദോഷകാലമാണ്. ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു കാലത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഈ കാലം, കണ്ടകശനി എന്ന് പറഞ്ഞിരിക്കുന്ന ഈ കാലം നമ്മൾ ചില വഴിപാടുകളൊക്കെ ചെയ്യേണ്ടതായിട്ടൊക്കെ ഉണ്ട്. ഈ കണ്ടകശനി വരുമ്പോൾ നമ്മൾ അനുഭവിക്കുന്നതായ ചില അവസ്ഥകൾ എന്തൊക്കെയാണെന്ന് ആദ്യം ഒന്ന് മനസ്സിലാക്കാം. ജന്മരാശിയുടെ 7ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുമ്പോഴാണ് കണ്ടകശനി എന്ന് പറയുന്നത്. കണ്ടകശനി വരുന്ന കാലങ്ങളിൽ ഭാര്യ ഭർത്തൃ മക്കൾ കലഹവൃഷ്ടികൾ ഉണ്ടാകുക, മക്കളുമായിട്ടും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുക, അത് കലഹങ്ങളായിട്ട് തിരിയുക, അതുപോലെ തന്നെ അകൽച്ചകൾ ഉണ്ടാകുക, അതുപോലെ തന്നെ വിദേശ യാത്രകളൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന ആ അവസരങ്ങളൊക്കെ മുടങ്ങുക, അഥവാ വിദേശ ജോലികൾ ലഭ്യമായാൽ അതുകൊണ്ടും പലതരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുക, മനസ്സിന് നല്ല അസ്വസ്ഥതകൾ ഉണ്ടാകുക, മനക്ലേശങ്ങൾ ഉണ്ടാകുക, ഏതു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും അവിടെയെല്ലാം തടസ്സങ്ങൾ വന്നു ചേരുക, സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികൾ ഉണ്ടാകുക, അനാവശ്യമായ അപവാദങ്ങൾ കേൾക്കേണ്ടി വരിക, ഇപ്രകാരമായ പല അനിഷ്ടങ്ങളും അനുഭവപ്പെടുക. അനിഷ്ടങ്ങൾ എന്ന് പറയുമ്പോൾ മനസ്സും ശരീരവും നമ്മളും എല്ലാ തരത്തിലും ദുഃഖപൂർണമായ ഒരു അവസ്ഥയിൽ കൂടെയാണ് കടന്നു പോകുന്നത്. രോഗമായിട്ടും ശത്രുക്കളെ കൊണ്ടുള്ള ദോഷഫലങ്ങളായിട്ടും അങ്ങനെ എല്ലാ തരത്തിലും നമ്മൾ നന്നായി ദുഃഖം അനുഭവിക്കുന്ന ഒരു കാലഘട്ടമാണ് കണ്ടകശനി. അവിടെ അപകട സാധ്യതകളൊക്കെ വന്നു ചേരുന്ന ഒരു കാലം കൂടെയാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അതിന് വേണ്ടതായ ചില വഴിപാടുകൾ നിങ്ങളെ അറിയിക്കുന്നുണ്ട്. ആ വഴിപാടുകൾ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്തിരിക്കണം. ഉത്രം നക്ഷത്രത്തിൻ്റെ ഉപാസനാമൂർത്തി എന്ന് പറയുന്നത് ധർമ്മശാസ്താവാണ്. അപ്പോൾ ശാസ്താവിന് നീലാഞ്ജനം എന്ന് പറയുന്ന വഴിപാട് നിങ്ങൾ കൃത്യമായിട്ടും ചെയ്യാൻ ശ്രമിക്കുക. ഒരു മാസത്തിൽ ഒരു തവണയെങ്കിലും ചെയ്യുക. അതുപോലെ മഹാദേവ നടയിൽ ജലധാര നടത്തുക. ഇതെല്ലാം ഈ ശനിദോഷത്തിന് പരിഹാരമാണ്. അതുപോലെ പ്രധാനമായ ശനീശ്വര പൂജ നടത്തുക, അതും ശനിദോഷത്തിന് പരിഹാരമാണ്. അപ്പോൾ ഇപ്രകാരമായിട്ടുള്ള വഴിപാടുകൾ നിങ്ങൾ കൃത്യതയോടെ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ആദ്യം തന്നെ എനിക്ക് അറിയിക്കാനുള്ളത്. ഇനിയും നമുക്ക് 2026 എങ്ങനെയുണ്ട് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ അറിയിച്ചിട്ടുള്ള വഴിപാടുകളൊക്കെ നിങ്ങൾ ചെയ്തു വരികയാണെങ്കിൽ 2026 എല്ലാവിധ സൗഭാഗ്യങ്ങളും തരുന്ന ഒരു പുതിയ വർഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതുവരെ നമ്മൾ ശ്രമിച്ചിട്ടും നടക്കാത്ത പല ആഗ്രഹങ്ങളും ഈ വർഷം സാധിച്ചു കിട്ടുന്നതുമാണ്. സാമ്പത്തികപരമായ നല്ല നേട്ടങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നതുമാണ്. കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകുന്നതുമാണ്.
ശത്രുദോഷം അനുഭവിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ വർഷം അതിൽ നിന്ന് മുക്തി ഉണ്ടാകുന്നതാണ്. ശത്രുദോഷത്തിൽ നിന്നും മോചനമുണ്ടാകുന്നതുമാണ്. ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ല നേട്ടങ്ങൾ വന്നു ചേരുന്നതുമാണ്. പുതിയ ബിസിനസ്സുകളൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ, അതുപോലെ സ്വയം തൊഴിലുകൾ ആഗ്രഹിക്കുകയാണെങ്കിലും ഇവയെല്ലാം തുടങ്ങുവാൻ നല്ല ഒരു വർഷമായിട്ടാണ് 2026 കാണപ്പെടുന്നത്. ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് രോഗശാന്തി ലഭ്യമാകുന്നതാണ്. അകന്നു നിൽക്കുന്നതായ ചില ബന്ധുക്കളൊക്കെ അടുപ്പം അല്ലെങ്കിൽ സ്നേഹപ്രകടനത്തോടെ തന്നെ തിരിച്ചു വരുന്നതായും കാണപ്പെടുന്നുണ്ട്. വിദേശ യാത്ര നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ആഗ്രഹം 2026 തന്നെ നടക്കുന്നതുമാണ്. പുതിയ വാഹനങ്ങളൊക്കെ വാങ്ങുവാനും വസ്തുവകകൾ വാങ്ങുവാനും പുതിയ ഗൃഹങ്ങളൊക്കെ പണിയുവാനും ഈ വർഷം സാധിക്കുന്നതുമാണ്. വിദ്യാർത്ഥികൾക്ക് നല്ല ഒരു വർഷമായിട്ടാണ്, അവർക്ക് വിജയങ്ങളൊക്കെ കൈവരിക്കുന്നതായിട്ടാണ് കാണപ്പെടുന്നത്. PSC പരീക്ഷകളൊക്കെ എഴുതിയ വിദ്യാർത്ഥികൾക്ക് വിജയം കൈവരിക്കുന്നതുമായിട്ടാണ് കാണപ്പെടുന്നത്. മംഗല്യപരമായ തടസ്സങ്ങളൊക്കെ മാറി മംഗല്യ യോഗങ്ങളൊക്കെ വന്നു ചേരുന്നതുമാണ്. സാമ്പത്തികമായ ബാധ്യതകൾക്ക് പരിഹാരങ്ങളും ഉണ്ടാകുന്നതുമാണ്. അപ്പോൾ പൊതുവെ 2026 എല്ലാവിധ സൗഭാഗ്യങ്ങളും തരുന്ന ഒരു വർഷമാണ്. ഇവിടെ നമുക്ക് ഉപാസനാമൂർത്തിയായിരിക്കുന്ന ഭഗവാൻ ശാസ്താവിനെ നന്നായി മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോ ദിവസവും ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുകയാണെങ്കിൽ 2026 നിങ്ങൾക്ക് സർവ്വ സൗഭാഗ്യങ്ങളും തരുന്ന ഒരു വർഷമായി മാറും. ആദ്യം അറിയിച്ച കണ്ടകശനി എന്ന് പറഞ്ഞിട്ടുള്ള വിഷയങ്ങൾക്ക് അതിന് പരിഹാരങ്ങൾ ഞാൻ പറഞ്ഞ പ്രകാരമുള്ള വഴിപാടുകൾ ചെയ്തു വരികയാണെങ്കിൽ മാത്രം ഈ പറഞ്ഞിട്ടുള്ള ഫലങ്ങൾ നമുക്ക് ലഭ്യമാകും. അല്ല എങ്കിൽ കണ്ടകശനിയിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ ഞാൻ പറയുകയുണ്ടായി. ആ ബുദ്ധിമുട്ടുകൾ നമ്മൾ ഈ 2026 അനുഭവിക്കേണ്ടതായിട്ട് വരും. അപ്പം കണ്ടകശനിക്ക് പരിഹാരങ്ങൾ കണ്ടെത്തിക്കൊണ്ട് മുന്നോട്ട് വരികയാണെങ്കിൽ 2026 നിങ്ങൾക്ക് നല്ലൊരു വർഷമായിട്ടാണ് കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. ഉത്രം നക്ഷത്രക്കാർക്ക് ചൊവ്വ ദശാകാലവും വ്യാഴം ദശാകാലവും ബുധൻ ദശാകാലവും ദോഷകാലമായ സമയങ്ങളാണ്. അപ്പം ഈ സമയകാലങ്ങൾ എന്ന് പറയുന്നത് 13 വയസ്സ് വരെയുള്ള കാലം ഗുണദോഷകാലമായിട്ടാണ് കാണപ്പെടുന്നത്. ഗുണവും ദോഷവും കലർന്ന ഒരു സമയമായിട്ടാണ്. 13 വയസ്സ് മുതൽ 20 വയസ്സ് വരെയുള്ള കാലം ദോഷകാലമായി തന്നെയാണ് അവിടെയും കാണപ്പെടുന്നത്. 20 വയസ്സ് മുതൽ 38 വയസ്സ് വരെയുള്ള കാലമാണ് ഈ നക്ഷത്രക്കാരുടെ ഒരു പ്രധാനപ്പെട്ട ഏറ്റവും എല്ലാ നന്മകളും നടക്കുന്ന ഒരു വർഷമായി അല്ലെങ്കിൽ ഒരു വയസ്സെന്ന് പറയുന്നത്. 20 വയസ്സ് മുതൽ 38 വയസ്സ് വരെയുള്ള സമയം നല്ല ഒരു അനുഭവങ്ങൾ നൽകുന്ന സമയമാണ് എന്ന് പറഞ്ഞാൽ എല്ലാ സൗഭാഗ്യങ്ങളും തരുന്ന ഒരു കാലഘട്ടമാണ്. 38 വയസ്സ് മുതൽ 54 വയസ്സ് വരെയുള്ള കാലം ഗുണവും ദോഷവും കലർന്ന ഒരു സമയമാണ്. 54 വയസ്സ് മുതൽ 73 വയസ്സ് വരെയുള്ള കാലവും ഗുണകരമാണ്. അവിടെയും ജീവിതത്തിൻ്റെ എല്ലാ നന്മകളും ഉണ്ടാകുന്ന സമയങ്ങളാണ്. തുടർന്നുള്ള കാലങ്ങളെല്ലാം ദോഷകാലമായിട്ടൊന്നും പറയേണ്ടതായിട്ട് കാണപ്പെടുന്നില്ല. ഈ പറഞ്ഞിട്ടുള്ള ദശാകാലങ്ങളിൽ നിൽക്കുന്നവരാണ് എങ്കിൽ ഞാൻ പറയുന്നതായ വഴിപാടുകൾ നിങ്ങളൊന്ന് ചെയ്യുക വേണം. ഈ ദശാകാലങ്ങളിൽ നിൽക്കുന്നവരാണെങ്കിലും അല്ലെങ്കിലും ഈ വഴിപാട് ചെയ്താൽ നിങ്ങൾക്കേറെ ഗുണകരമാണ്. ഉത്രം നക്ഷത്രത്തിൻ്റെ ഉപാസനാമൂർത്തിയായിരിക്കുന്നത് ശാസ്താവാണെന്ന് അറിയിക്കുകയുണ്ടായി. അപ്പോൾ ഈ ശാസ്താവിന് ശനിയാഴ്ച ദിവസം ഭഗവാനെ ദർശനം തേടുക, ഭഗവാന് നെയ് വിളക്ക് അതിനുവേണ്ടി നെയ്യ് സമർപ്പിക്കുക, ഭഗവാന് ഇഷ്ടാനുസരണമായ നമുക്ക് ഇഷ്ടമുള്ള വഴിപാടുകൾ ഭഗവാന് സമർപ്പിക്കുക, ഭഗവാന്റെ നടയിൽ നിന്ന് ഒരു ചരട് ജപിച്ച് അണിയുക. ഇവയെല്ലാം ഈ പറഞ്ഞിട്ടുള്ള വഴിപാടുകളൊക്കെ ഈ ദശാകാലങ്ങളിൽ നിൽക്കുന്നവർക്കും അല്ലാതെ ഉള്ളവർക്കും അത് ഗുണകരമായിരിക്കും. അതായത് ഒരു
3 വയസ്സ് വരെയുള്ള സമയം അല്ലെങ്കിൽ ജനനം മുതൽ 3 വയസ്സ് വരെയുള്ള സമയമുള്ള കുഞ്ഞുങ്ങൾക്ക് ആ കാലയളവിൽ ദേഹരക്ഷകളായ ഏലസുകൾ അണിയുന്നതും ഏറെ ഗുണകരമാണ്. ദേഹരക്ഷകളില്ല എങ്കിൽ ഒരു ചരടെങ്കിലും ഭഗവാന്റെ നടയിൽ നിന്നും ജപിച്ചണിയുന്നതും ഏറെ ഗുണകരമാണ്. 3 വയസ്സ് വരെയുള്ള സമയം അല്പം ദോഷകാലം ഉള്ളൊരു സമയമായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ ആ കാല സമയത്തേക്ക് ചരടോ തകടോ എന്തെങ്കിലും ദേഹരക്ഷകളായി എന്തെങ്കിലും അണിയുന്നത് ഏറെ ഗുണകരമായിട്ടാണ് കാണപ്പെടുന്നത്. ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ള എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും ജഗദീശ്വരൻ നൽകട്ടെ എന്ന് അറിയിച്ചുകൊണ്ട് ഈ ചാനലിൽ ഇടുന്ന വീഡിയോകൾ തുടർന്ന് കാണുവാൻ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ നക്ഷത്രവും പേരും വയസ്സും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെയും ഞാൻ ഉൾപ്പെടുത്താം. ജഗദീശ്വരൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പുതിയ അധ്യായത്തിൽ കാണാം. നന്ദി, നമസ്കാരം.